വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. അടുത്ത ഓഗസ്റ്റ് 2 സെറ്റ് എക്സാം നടക്കുകയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മഹിളാ ഉപന്യാസ്കാർ എന്നുള്ള ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്താലോ? അതിനു മുന്നേ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ജോയിൻ ചെയ്ത് സെറ്റ് ക്രാഷ് ചെയ്ത ആൾക്കാരുടെ ഫോട്ടോസാണ് ഇത്. അടുത്ത തവണ നിങ്ങളുടെ ഫോട്ടോസും ഇവിടെ വരണം. അതിനു വേണ്ടിയിട്ട് ഇന്ന് എടുക്കുന്ന ടോപ്പിക്ക് എല്ലാവരും ഇന്ന് തന്നെ പെട്ടെന്ന് പഠിച്ചു തീർക്കണം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? महिला उपन्यासकार എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. हिंदी की प्रथम महिला उपन्यासकार सातवीं सदी प्राण अबला. सातवीं सदी प्राण अबला. उपन्यास का नाम जो है सुहासिनी. अकॉर्डिंग टू ब्रजरत्न दास इनका मूल नाम मल्लिका देवी था. അപ്പോൾ ഇത്രയും പോയിന്റ്സ് പ്രഥം മഹിളാ ഉപന്യാസ്കാർ എന്നുള്ള സെക്ഷനിൽ നിന്നും നമ്മൾ ഓർത്തു വെക്കണം. ഏതൊക്കെയാണ്? सातवीं सदी प्रणाम अबला, सुहासिनी और अकॉर्डिंग टू ब्रजरत्न दास उनका मूल नाम जो है मल्लिका देवी. ഇനി വരുന്ന സെക്ഷൻ ഏതാണ് എന്ന് നമുക്കറിയാം. എന്താണ്? महिला उपन्यासकार और उनके प्रमुख उपन्यास. ചന്ദ്രകിരൺ സോൻറെക്സ. ചന്ദ്രകിരൺ സോൻറെക്സയുടെ പ്രമുഖമായ രണ്ട് ഉപന്യാസങ്ങളാണ് ചന്ദൻ ചാന്ദിനി और വഞ്ചിത. ചന്ദൻ ചാന്ദിനി और വഞ്ചിത. ദിനേശ് നന്ദിനി ഡാൽമിയ ഉപന്യാസങ്ങൾ ഏതൊക്കെയാണ്? മുझे माफ करना, आहों की बैसाखियां, कंदील का दुआ, फूल का दर्द, आंख मिचौनी, ये भी झूठ है, मर जीवा. ഇത്രയും ഉപന്യാസങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ദിനേശ് നന്ദിനി ഡാൽമിയ. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ഉപന്യാസക്കാരാണ് ശശിപ്രഭ ശാസ്ത്രി. ശശിപ്രഭ ശാസ്ത്രിയുടെ ഉപന്യാസങ്ങൾ ഏതൊക്കെയാണ്? അമൽതാസ്, നാവേ, സീഡിയാം, പർച്ചായിയോं के पीछे, क्योंकि, कर्क രേഖ. ഓക്കെ, ഒന്നുകൂടി പറയാം. ശശിപ്രഭ ശാസ്ത്രിയുടെ ഉപന്യാസങ്ങളാണ് അമൽതാസ്, നാവേ, സീഡിയാം, പർച്ചായിയോं के पीछे, क्योंकि, कर्क രേഖ. ശിവാനി. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് ശിവാനിയുടെ ഉപന്യാസങ്ങൾ. അപ്പോൾ അത് ഏതൊക്കെയാന്ന് നോക്കാം. ചൗദ ഫേരെ, കൃഷ്ണകലി, ഭൈരവി, വിഷകന്യ, കരിയെ ക്ഷമ, ശംശാൻ ചമ്പ. ഓക്കെ, ശിവാനിയുടെ ഉപന്യാസങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. കൃഷ്ണസോപ്തി. കൃഷ്ണസോപ്തിയുടെ ഏറ്റവും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഉപന്യാസം സമയ് സർഗാണ്. സമയ് സർഗം. കൂടാതെ സൂരജ്മുഖി അന്ധേരയ്ക്ക്, ജിന്ദഗി നാമ, ദിലോ ദാനിഷ്, സമയ് സർഗം. സമയ് സർഗം കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. കൃഷ്ണസോപത്തി, സമയ് സർഗം. ദീപ്തി ഗണ്ടേൽവാൾ. പ്രിയ, കോഹരെ, വോ തീസറ, പ്രതിധ്വനിയ. ദീപ്തി ഗണ്ടേൽവാളിന്റെ രചനകളാണ് പ്രിയ, കോഹരെ, വോ തീസറ, പ്രതിധ്വനിയ. और മനു ഭണ്ഡാരി. ഫേമസ് ആയിട്ടുള്ള രണ്ട് ഉപന്യാസങ്ങളാണ് ആപ്ക ബണ്ടി और മഹാഭോജ്. മനു ഭണ്ഡാരിയുടെ ഫേമസ് ആയിട്ടുള്ള രണ്ട് ഉപന്യാസങ്ങളാണ് ആപ്ക ബണ്ടി और മഹാഭോജ്. उषा प्रियमवदा. 55 गंबे लाल दीवारे, रुकोगी नहीं राधिका, शेष यात्रा, अंतर्वंशी, भया कबीर उदास. उषा प्रियमवदा. 55 गंबे लाल दीवारे, रुकोगी नहीं राधिका, शेष यात्रा, अंतर्वंशी, भया कबीर उदास. राजी सेठ. तत्सम, निष्कवच और കാന്താ ഭാരതി ജി की रेत की मछली. रेत की मछली എന്നുള്ള ഉപന്യാസിന്റെ പേരെന്ത് ചെയ്യണം? ഓർത്ത് വയ്ക്കണം. കാന്താ ഭാരതിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇപ്പൊ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ഉപന്യാസമാണ് രേത് കി മച്ചലി, കാന്താ ഭാരതി. മൃദുല ഗർഗ്. ഉസ്കെ ഹിസ്സെ കി ധൂപ്, വംശജ്, ചിത്ത് ഗോബ്ര, അനിത്യ, മേ ഔർ മേ, കട്ട് ഗുലാബ്, മിൽജുൽ മൻ. മൃദുല ഗർഗിന്റെ ഉപന്യാസങ്ങളാണ് ഉസ്കെ ഹിസ്സെ കി ധൂപ്, വംശജ്, ചിത്ത് ഗോബ്ര, അനിത്യ, മേ ഔർ മേ, കട്ട് ഗുലാബ്, മിൽജുൽ മൻ. ममता कालिया. बेघर, नरक दर नरक, प्रेम कहानी, लड़कियां, एक पत्नी के नोट्स, दौड़, अंधेरे का ताला, ദുഃഖം സുഖം. മമത കാലിയുടെ ഉപന്യാസങ്ങൾ മാത്രം ചെറിയൊരു കോഡിലൂടെ എങ്ങനെയാണ് പഠിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. മമത കാലിയ നമ്മുടെ ആക്ട്രസ് ആയിട്ടുള്ള മമതയെ എന്ത് ചെയ്യുക? ഇമാജിൻ ചെയ്യുക. ബേഘർ അവരെങ്ങനെയുള്ള ആളായിരുന്നു? ബേഘർ ആയിട്ടുള്ള ഒരാളായിരുന്നു.
അവരുടെ ലൈഫ് പിന്നീട് എങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്? നരക് ദർ നരക്, ആ ഒരു രീതിയിലായിരുന്നു അവരുടെ ലൈഫ് പോയിക്കൊണ്ടിരുന്നത്. അതിന്റെ റീസൺ എന്താണ്? പ്രേം കഹാനി. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഒരു പ്രേം കഹാനിയാണ്. ഇത് ഏതോ ടൈമിൽ നടന്നതാണ്? ലഡ്കിയാം, ആ ഒരു ബച്പൻ, ആ ഒരു സമയത്ത് നടന്നതാണ് ലഡ്കിയാം. പിന്നീട് എന്ത് സംഭവിച്ചു? ഏക് പത്നി കെ നോട്ട്സ്, ഈ ഒരു സ്റ്റേജ് മാറിയിട്ട് ഏക് പത്നി, ഈ ഒരു ടേം ഓർത്തു വെക്കുക. ഏക് പത്നി കെ നോട്ട്സ്. പിന്നീടോ ദൗഡ്, ഓടുക എന്നുള്ള വേർഡിൽ നിന്നും ദൗഡ് എന്നുള്ള ഒരു ടേം ഇവിടെ തന്നെ കണക്ട് ചെയ്യുക. അത് ഏത് സമയമായിരുന്നു? അന്ധേരെ. അപ്പൊ അന്ധേരേക്ക താല എന്നുള്ളത് നമുക്ക് ഇവിടെ കിട്ടും. പിന്നെ ഏറ്റവും ലാസ്റ്റ് എന്ത് സംഭവിക്കും? ദുഃഖം സുഖം. അപ്പൊ ഈ ഒരു ലൈഫുമായിട്ട് ഇത് കണക്ട് ചെയ്ത് വെക്കുക. ദുഃഖം സുഖം. അപ്പൊ മമത കാലിയുടെ ഉപന്യാസങ്ങൾ എന്ത് ചെയ്യാം? നമുക്ക് സിമ്പിൾ ആയിട്ട് ഇവിടെ ഓർത്തെടുക്കാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ്, മെഹറുനിസ പർവേസ്. ആംഖോं की दहलीज, उसका घर, कोरसा, अकेला पलास, സമരാംഗൻ, പാസംഗ്. മെഹറുനിസ പർവേസ് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ആംഖോं की दहलीज, उसका घर, कोरसा, अकेले पलास, സമരാംഗൻ और പാസംഗ്. ചിത്ര മുദ്ഗൽ ജി, എല്ലാവർക്കും അറിയുന്ന ഒരു രചനയാണ്, ഉപന്യാസാണ് एक जमीन अपनी. अब एक जमीन अपनी चित्रा मुद्गल जी का उपन्यास है. और आवाम गिलीगढ़, एक जमीन अपनी, आवाम गिलीगढ़. और अगला जो है मृणाल पांडे. मृणाल पांडे जी का उपन्यास है विरुद्ध पटन के पुराण, रास्तों पर भटकते हुए. मृणाल पांडे और चित्रा मुद्गल. और नासिरा शर्मा, 7 नदियों का एक समंदर, शालमली, टिकरे की मांगनी, जिंदा मुहावरे, अक्षयवड़, कोई अनजान, जीरो रोड और पारिजात. नासिरा शर्मा जी की उपन्यास है 7 नदियों का एक समंदर, शालमली, टिकरे की मांगनी, जिंदा मुहावरे, अक्षयवड़, कोई अनजान, जीरो रोड और पारिजात. और प्रभागेतान, आवो पे घर चले, तालाबंदी, चिन्ह मस्ता, अपने अपने चेहरे, पीली आंधी. ഈ പ്രഭാഗേത്താൻ എന്നുള്ളത് ചെറിയൊരു കോഡിലൂടെ എങ്ങനെയാ കണക്ട് ചെയ്യുന്നത് നോക്കാം. പ്രഭാഗേത്താൻ, ഖേത് എന്നുള്ളൊരു ടേം എടുക്കാം. ഖേത്, വയൽ എന്നുള്ള ഒരു ടേമുമായിട്ട് കണക്ട് ചെയ്ത് വെക്കുക. ആവോ പേപ്പെ ഘർ ചലേ, ഖേത്തിൽ പണിയെടുത്തോണ്ടിരിക്കുന്ന ഒരാളെ വിളിക്കുകയാണ്, ഒരു കുട്ടിയെ വിളിക്കുകയാണ്. ആവോ പേപ്പെ ഘർ ചലേ എന്ന് വിളിക്കുകയാണ്. കാരണം എന്താണ്? താലാബന്തി, താൽ എന്നുള്ളൊരു വേർഡ് എടുക്കുക. ആ താൽ എടുത്തിട്ട് എന്താണ്? കുറച്ച് ആൾക്കാർ വരികയാണ്. എന്നിട്ടോ ആ കുട്ടി എങ്ങനെയാണ് പോയി നിൽക്കുന്നത്? ചിന്നമസ്ത, ഭയങ്കരം എന്താണ്, താഴ്ന്നിങ്ങനെ നിൽക്കുകയാണ്. ചിന്നമസ്ത, തല താഴ്ത്തി നിൽക്കുകയാണ്. എന്നിട്ട് അവർ എന്ത് ചെയ്യും? അപ്പനെ അപ്പനെ ചെഹരെ, ഫേസ് ടു ഫേസ് അങ്ങ് നോക്കി നിൽക്കുകയാണ്. പിന്നെയോ ഏറ്റവും ലാസ്റ്റ് അവിടെ എന്ത് നിറം വരികയാണ്? പീലി രംഗ് വരികയാണ്. അപ്പൊ പീലി ആന്തി, അവിടെ ഒരു പീല രംഗ് വരികയാണ് എന്ന് ഓർക്കുക. അപ്പൊ പ്രഭാഗേത്താന്റെ രചനകൾ എന്ത് ചെയ്യുക? ഒരു ഖേത്തുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തു വെച്ചാൽ എന്ത് ചെയ്യാം? നമുക്ക് ഗസ് ചെയ്യാൻ വേണ്ടി പറ്റും. മൈത്രി പുഷ്പ, സ്മൃതി ദംസ്, ബേത്തുവ ബഹത്തി രഹി, ഇദന്നമം, ചാക്, ജൂൽനട്ട്, അൽമ കബൂത്തരി, കഹേ ഈസുരി ഫാഗ് और त्रिया हट. മൈത്രി പുഷ്പ ഇമ്പോർട്ടന്റ് ആണ്. സ്മൃതി ദംസ്, ബേത്തുവ ബഹത്തി രഹി, ഇദന്നമം, ചാക്, ജൂലാനട്ട്, അൽമ കബൂത്തരി, കഹേ ഈസുരി ഫാഗ് और त्रिया हट. और गीतांजलि श्री, माई हमारा शहर उस बरस, तिरोहित घाली जग. गीतांजलि श्री, माई हमारा शहर उस बरस, तिरोहित घाली जग. अलका सारावगी, कलिकता वया बाईपास, शेष कादम्बरी, कोई बात नहीं, एक ब्रेक के बाद. अलका सारावगी, कलिकता वया बाईपास, शेष कादम्बरी, कोई बात नहीं, एक ब्रेक के बाद. मधु कांगरिया, गुली गगन के लाल सितारे, सलाम आखिरी, पत्ता गोर, सेज पर संस्कृति. गुली गगन के लाल सितारे, सलाम आखिरी, पत्ता गोर, सेज पर संस्कृति. മഹോമാഞ്ചി, മഹോമാഞ്ചിയുടെ ഏറ്റവും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഉപന്യാസ് മരംഗോഡ നീൽക്കണ്ഠ് ഹുവ എന്നുള്ളതാണ്. മരംഗോഡ നീൽക്കണ്ഠ് ഹുവ. അപ്പൊ മഹോമാഞ്ചി മേ ബോരിഷ് ഇല്ല, മരംഗോഡ നീൽക്കണ്ഠ് ഹുവ ഓർത്തു വെക്കുക. അനാമിക, 10 दौर का पिंजरा और जया जादवानी, तत्वमसी, क्षमा शर्मा, मोबाइल और പത്മ സജദേവ്, ബഡ്കോ നെഹി, ധനഞ്ജയ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മഹിള ഉപന്യാസ്കാർ ഓർ
ഉൻകെ പ്രമുഖ് ഉപന്യാസ്. അപ്പൊ നിങ്ങൾക്ക് സെറ്റിന് ഒരുപാട് ടോപ്പിക്ക് പഠിക്കാനുണ്ടാവും. സമയം വളരെ കുറവാണ്. ഇതുപോലെ വലിയ ടോപ്പിക് എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രം ചുരുക്കിയിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ചെറിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ സെറ്റ് നേടിയെടുക്കാൻ വേണ്ടി പറ്റും. സെറ്റിന്റെ സിലബസ് വളരെ വലുതാണ്. അപ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് റിപ്പീറ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സും മാത്രം പഠിക്കുകയാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. അതിനു വേണ്ടിയിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ 45 ഡേയ്സ് എലൈറ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കോഴ്സിന് ജോയിൻ ചെയ്യാൻ വേണ്ടി 9746455514 എന്നുള്ള നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക.